ഹായ്, ഞാൻ ഇപ്പം എന്താ സ്കൂട്ടർമേന്നല്ലേ. ഇന്നലെ ഉച്ചയ്ക്ക് മമ്മിയും പോളും കൂടെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അവർ എൻ്റെ ബുക്ക് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പോളുവിൻ്റെ ബുക്ക് നേരത്തെ കിട്ടി, പക്ഷെ എൻ്റെ ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ ഞാൻ പുതിയ സ്കൂളിലായത് കൊണ്ടേ ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ പഴയ സ്കൂളിലായിരുന്നു. അപ്പം ബുക്കൊക്കെ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു, ചേച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്കൂളിൽ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം അവർ പ്ലം മേടിച്ച് വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ. നല്ല അടിപൊളി റെഡ് പ്ലമ്മാണ് ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ല മധുരമൊക്കെ ഉണ്ട്. അവനതാണ് ഗൈസ് പറയണത്. അപ്പോൾ ബൈ എന്നൊക്കെ പറയേണ്ടത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, അവൻ എങ്ങനെയാണ്. പിന്നെ എനിക്ക് പ്ലം കിട്ടിയില്ല, അവൻ തന്നെയായിരുന്നു ഫുൾ എടുത്തത്. എനിക്ക് 2 എണ്ണം 3 എണ്ണം കൂടെ കിട്ടിയുള്ളൂ. 3 എണ്ണം കൂടെ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ബുക്ക് കാണിക്കും. ഇത് മലയാളം ഫസ്റ്റ്, പിന്നെ അടുത്തത് മലയാളം സെക്കൻഡ്. നിങ്ങൾക്ക് ഏതാ? എനിക്ക് മലയാളം ഫസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സ്റ്റോറീസ് ഉണ്ട്. മറ്റേത് എപ്പോഴും ആക്ടിവിറ്റീസാണ് മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഇംഗ്ലീഷിൽ ഉണ്ടാവാറ്. പക്ഷേ ഈ വട്ടം സ്റ്റോറീസാണ് കൂടുതൽ. പിന്നെ എനിക്ക് ആകെ 6 സബ്ജക്റ്റേ ഉള്ളൂ. ഇനി ഞാനൊരു പുഡിങ് ഉണ്ടാക്കണതാണ് കഥ. നമ്മൾ മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ മാംഗോയും പിന്നെ അതിൻ്റെ ഈ ഒരു ജെല്ലി പോലത്തെ പൾപ്പായിട്ട് വേറെ ആക്കി എടുക്കണം. ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ അവരിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ സ്ലൈസായിട്ടാണ്. പക്ഷേ എനിക്കത് പോലെ എടുക്കാൻ പറ്റിയില്ല. നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് കുറച്ച് ടഫാണ്. എന്താ വെച്ചാൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം. എനിക്ക് നല്ല കൈവാനെടുത്തു, പക്ഷെ മമ്മിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം മമ്മിക്ക് 4 മണിക്ക് ഡ്യൂട്ടി തുടങ്ങുമായിരുന്നു. അതുകൊണ്ട് മമ്മിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തനിയെ ചെയ്തുകൊണ്ട് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഒരു 2-3 മണിക്കൂർ എടുത്തു. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 12 മണിക്കൂർ എടുത്തോട്ടെ ഗൈസ്. അത് സെറ്റ് ആവാൻ വേണ്ടി ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ 2 മണിക്കൂർ എടുത്തു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ മാംഗോ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ള വേറെ പാത്രങ്ങൾ കഴുകുന്ന ജോലി എനിക്കാണ്. അല്ലെങ്കിൽ മമ്മി എന്നെ കൊല്ലും. കാരണം എന്താ വെച്ചാൽ മമ്മിക്ക് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിടണം. പിന്നെ ഞങ്ങൾ അടുക്കളയിലേ ചെടികളൊന്നുമില്ല. അമ്മയുടെ അടുക്കളയിലാണെങ്കിൽ നിറച്ചും ചെടിയാണ് ഗൈസ്, ജനലയുടെ അവിടെയൊക്കെ. പക്ഷേ ഇവിടെ ചെടിയൊന്നും വെച്ചിട്ടില്ല, വെക്കണം. മമ്മിക്ക് ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറയാറുണ്ട്, മമ്മിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പഞ്ചസാര ഞാൻ കുറേ ഇടും കേട്ടോ ഗൈസ്. എന്താണെന്ന് എനിക്കറിയണം, എനിക്ക് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ്. പപ്പ ഈ വീഡിയോ കാണുമ്പോൾ പപ്പ വിളിച്ച് പറയും പഞ്ചസാര കൂടുതൽ കഴിക്കരുത്, അതെന്തായാലും പറയും. അപ്പാപ്പനും പറയും. ഇവർക്കാർക്കും പഞ്ചസാര അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് പഞ്ചസാര നല്ല ഇഷ്ടമാണ്, മമ്മിക്കും ഇഷ്ടം. എൻ്റെ അനിയനും പഞ്ചസാര അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കുറേ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ 1 കപ്പ് വെള്ളമല്ല കേട്ടോ ഗൈസ്, 2 കപ്പ് വെള്ളം ഒഴിക്കണം. പക്ഷെ ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ അത് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും 1 കപ്പ് കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം. അതാണ് ഞാൻ ഇതിൽ പറയണത്. പിന്നെ ഞാൻ നന്നായിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി അവിടെ നിന്ന് പറയേണ്ടത് കൊളാവും എന്ന്, അനിയനും പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചില സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാലാണെങ്കിൽ ഞാൻ പാൽപ്പൊടി വെച്ചാണ് ചെയ്തത്. പിന്നെ കോൺഫ്ലവർ വേണമായിരുന്നു, കോൺഫ്ലവർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഉണ്ടാക്കിയും പോയില്ലേ, ഇത് കുറുക്കിയൊക്കെ എടുത്തിട്ടാണ് കോൺഫ്ലവർ ഇല്ലയെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഫ്ലോപ്പ് ആകുമെന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്, സക്സസ് ആകുമെന്ന് എനിക്കൊരു ഇതും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മിയാണ് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം ഞാൻ തനിയെ എടുത്തു, പിന്നെ മമ്മി വന്ന് എടുത്തു തന്നു. പിന്നെ ഇത് ഇളക്കണ ഭാഗമായിട്ടാ ഗൈസ്. അയ്യോ കുറേ ഇളക്കാണ്ട്, നല്ലോണം ഇത് എന്താ പറയുക വറ്റിച്ചെടുക്കണം. നല്ല പണിയാണ് ഇത്. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അത് ഇതിലിട്ട് നോൺ സ്റ്റിക്ക് പാനായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നണത്. നന്നായിട്ട് തിക്കാക്കി എടുക്കണം. ഇതൊന്നല്ല, ഇത് ഇത്രയും ഉണ്ടായിരുന്നു ആദ്യം ഒഴിക്കുമ്പോൾ. പിന്നെ അത് കുറഞ്ഞ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് മമ്മിയോട്. ഇതുപോലെ നന്നായിട്ട് ഞാൻ 1 മണിക്കൂറൊക്കെ ഇളക്കിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇത് വെച്ചത് എന്താ വെച്ചാൽ ഇനി ഇതിലോട്ട് പാലൊഴിക്കണം. പാലും കോൺഫ്ലവറാണ്. പിന്നെ പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ.
ഇനി ഓവനിൽ വെച്ച് ഞാൻ പാലിലൊഴിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണണം. 1 മിനിറ്റ് 1.5 മിനിറ്റ് അങ്ങോട്ട് വെച്ചു എന്ന് തോന്നുന്നു. എത്ര മിനിറ്റ്? 1 മിനിറ്റ് വെച്ചു എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ പാൽപ്പൊടിയിലോട്ട് നമുക്ക് നന്നായിട്ട് വേണ്ടേ, അതുകൊണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ചൂടാറണം കേട്ടോ ഗൈസ്. ചൂടാറിയിട്ട് മാത്രമേ നമുക്ക് ഇതൊഴിക്കാൻ പാടുള്ളൂ പാലിലോട്ട്. ഇത് മാംഗോയിലോട്ട് ഇതൊഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഇന്നത്തെ ഈവനിങ് ചായയും ഇതൊക്കെയാണ്. ഇത് വട്ടയപ്പം. നിങ്ങളുടെ അവിടെ വട്ടയപ്പത്തിന് എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതാണ് ഞാൻ പറയണത്. നല്ല സോഫ്റ്റും മധുരമൊക്കെ ഉള്ളതായിരുന്നു. മമ്മിക്ക് മാത്രം പാൽ ചായ, എനിക്കും എൻ്റെ അനിയനും കട്ടൻ ചായയാണ് ഇഷ്ടം. ഞങ്ങൾ പാൽ ചായ തൊടും കൂടില്ല. പക്ഷേ ഷേക്കൊക്കെ അടിച്ച് തന്നാൽ പാൽ വെച്ച് കുടിക്കും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. TV ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് TV ഓഫ് ചെയ്തില്ല. അപ്പോൾ മമ്മി അവനെ വഴക്ക് പറഞ്ഞു. ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. നല്ല അടിപൊളി വട്ടയപ്പമായിരുന്നു കേട്ടോ. വട്ടയപ്പം എടുത്ത് കഴിക്കുന്നുണ്ട്. ഭയങ്കര സീരിയസ്നെസ്സാണ്. പിന്നെ മമ്മി ചായ കുടിക്കാൻ കേട്ടോ. അവൻ അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. കേബിൾ കട്ട് ചെയ്യും, ഇനി ഞാൻ പറയുമ്പോൾ TV നിർത്തണം, അല്ലെങ്കിൽ നെറ്റ് കട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ച് നിർത്തണ രംഗമാണ് നിങ്ങളിപ്പോൾ കാണണത്. അതിൻ്റെ ഇടയ്ക്ക് പേളൂസിനെ അറിയാൻ കട്ട് ചെയ്യില്ലാന്ന്. പിന്നെ മമ്മിയാണെങ്കിൽ ഗ്യാസ് കത്തിച്ച് തന്നത്. എന്താ വെച്ചാൽ എനിക്ക് ഗ്യാസ് കത്തിക്കാൻ അറിയാം, പക്ഷേ മമ്മിക്ക് പേടിയാണ്. മമ്മി ഉള്ളപ്പോൾ മമ്മി കത്തിച്ച് തരും കേട്ടോ ഗായ്സ് ഗ്യാസൊക്കെ. പിന്നെ ഞാൻ പാലിങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഒഴിക്കണത്. എന്താ വെച്ചാൽ സ്റ്റെപ്പായിട്ട് ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ഫുൾ ഒഴിച്ച് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ ചിലപ്പോൾ കൂടിപ്പോയാലോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലായിരുന്നു സ്റ്റെപ്പായിട്ട് ഒഴിച്ചത്. അങ്ങനെ നന്നായിട്ട് ഇളക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇത് എന്താ വെച്ചാൽ അറിയാണ്ട് ക്യാമറ ഓഫാക്കാൻ മറന്നിട്ട് ഫുള്ള് ഇട്ട് കയറിയ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അതറിയാണ്ട് ചെയ്തതാണ്, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് കുറേ തെറ്റൊക്കെ പറ്റും, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞങ്ങളോട്. അങ്ങനെ അപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് കട്ട് ചെയ്യാനും പറ്റില്ല, അങ്ങനെ ഒരവസ്ഥയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടായത്. കുറേ നേരം ഇത് ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾ കാണണം കേട്ടത്. പിന്നെ ഇതാണ്ട് ഇത് ഷുഗർ സിറപ്പാണ്. ഇതിൻ്റെ കഥയാണ് പറയാണ്ടിരിക്കേണ്ടത്. എന്താ വെച്ചാൽ ഷുഗർ സിറപ്പ് ഇട്ടല്ലോ, മമ്മി പോയി കഴിഞ്ഞിട്ട് മമ്മി ഈ വീഡിയോ കാണുമ്പോഴേ അറിയുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് ഇത് ഞാൻ എടുക്കണത്. ഇന്ന് രാവിലെയാണ് ഇത് എടുത്തത്. എനിക്കെടുക്കാൻ പറ്റാണ്ട് അത് ഞാൻ എടുത്തു നോക്കി. ഭയങ്കര വഴുവഴുപ്പും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ 12 മണിക്കൂർ ഇരുന്നുണ്ട്. പിന്നെ അത് വന്നില്ല. വന്നു ആദ്യം എടുത്തപ്പോൾ വന്നില്ല കേട്ടോ. ഇന്നലെ എടുത്തപ്പോൾ വന്നില്ല. ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ നല്ല അടിപൊളി പുഡിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പഞ്ചസാര ഉരുക്കുമ്പോൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇന്നലെ സ്റ്റീല് പാത്രം തറവാട്ടിൽ പോകാൻ പറ്റിയില്ല. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രം കഴുകിയിട്ട് തറവാട്ടിൽ പോകാമെന്ന് പറഞ്ഞതായിരുന്നു. എന്നിട്ട് അപ്പാപ്പനും അമ്മാമ്മ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. എന്താ വെച്ചാൽ പഞ്ചസാര കട്ട പിടിച്ചിട്ട് ഇത് മമ്മി അറിഞ്ഞിട്ടില്ല. മമ്മി ഈ വീഡിയോ കാണുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.